നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, 100ാം വാർഷികാഘോഷം നടക്കുന്ന ആലുവ ക്രൈസ്തവ മഹിളാലയം സ്കൂളിൻ്റെ അധികാരികൾക്ക് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇസ്രായേലിൻ്റെ സഹായത്തോടെ UAE ഇറാനെ ആക്രമിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയതും മിസൈൽ നശീകരണ യന്ത്രമൊക്കെ കൊടുമ്പ് വിറ്റിയതും ഇസ്രായേലിലെ ഉദ്യോഗസ്ഥന്മാർ രഹസ്യമായിട്ട് വന്ന് അവിടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്ത് കിട്ടിയാലും അനുഭവത്തിൽ വന്നാലും പാഠം പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അറബി മണ്ടന്മാർ എന്ത് പറയാനാണ്? അമേരിക്കയും ഇസ്രായേലിനെ ഒരുപോലെ അടിക്കുന്ന ഇറാൻ സൈന്യത്തിന് ഈ ചുക്കടയുള്ള കൊച്ചു കൊച്ചു ദ്വീപുകളൊക്കെ അലസന്മാരും മടിയന്മാരും സുഖലോലുപരമായ അവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുന്ന ഒരു പ്രയാസമില്ല. പക്ഷെ അവർ ഇതുവരെ അങ്ങനെ ഒരു ശ്രമത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. ഇവർ ചിന്തിച്ചപ്പോഴാണ് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളയിൽ നിന്ന് ഇറാൻ ആക്രമിച്ചപ്പോഴാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. അല്ല, മറ്റ് രാജ്യങ്ങളെയല്ല. അത് മനസ്സിലാക്കാതെ ഇസ്രായേലിൻ്റെ കൂട്ടുപിടിച്ചാൽ മണ്ടന്മാരെ ഇറാനും കൂടി ഇനി നശിച്ച് അവിടെ ശക്തി ക്ഷയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് യഹൂദ മതത്തിലേക്ക് സ്വീകരിക്കുക മാത്രം വേറെ ഒരു മാർഗമില്ല. ചരിത്രം പഠിച്ചാൽ യഹൂദരും ക്രിസ്ത്യാനികളല്ല, പക്ഷെ അമേരിക്കയിലെ ക്രിസ്തീയ ഭരണകർത്താക്കളും ഇസ്രായേലിലെ യഹൂദ ഭരണകർത്താക്കളും നാളിതുവരെയും വഞ്ചനയും ചതിയും തട്ടിപ്പ് നടത്തിയിട്ടുള്ളൂ. വഞ്ചന ഇറാഖ് ലിബിയ പോലെ അങ്ങനെയില്ല. ആളെക്കൊല്ലും ഒരു മടിയില്ലാത്താൽ ഇടയ്ക്ക് ബോംബിടാൻ വേണ്ടി ശ്രമിച്ചു നമ്മുടെ ട്രംപ്. പക്ഷേ സൈനിക മേധാവി വരെ കോഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇറാൻ തകർന്നു പോയനെ. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ മുന്നോട്ട് പോകുന്ന ഇറാനിയോട് പിന്നെ ഗൾഫ് രാജ്യങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കണം. ഞങ്ങൾ പറയുന്നത് ഇറാൻ എല്ലാം ശരിയാണെന്നോ ഇറാൻ ചെയ്യുന്ന വഴി ശരിയാണെന്നോ അല്ല. ഇറാനിലെ ഭരണകർത്താക്കൾ ഖുമൈനിയൊക്കെ ചെയ്യുന്ന മുഴുവൻ ശരിയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ തെമ്മാടിത്തത്തിന് ഇതുപോലെ വക്രബുദ്ധിയൊക്കെ വേണ്ടേ? വെറും ശാന്തായത് കാര്യമുണ്ടോ? അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്, നാട് നല്ലത്. അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചിന്തപോലെ ഇസ്രായേൽ രൂപീകരിച്ച് നിങ്ങൾക്കൊക്കെ യഹൂദ മതം സ്വീകരിച്ച് പോകാൻ സ്വസ്ഥമായിട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇടയിൽ ഈ നെതന്യാഹു മരിച്ചു എന്നൊരു വാസിപ്പ് കാണുന്നുണ്ട്. അത് ഫേക്കായിരിക്കാം, എനിക്കറിയില്ല, അറിയില്ല. അപ്പോൾ ഇത്തരത്തിലേക്ക് പറയും. തന്നെയല്ല, ലോകത്ത് ശാസ്ത്രം പുരോഗമിച്ചു. അതനുസരിച്ച് മഴമേഘങ്ങളെ തിരിച്ചുവിടാം, അത് പെയ്യിക്കാതിരിക്കാം, വേഗം പെയ്യിക്കാം, ഒരുമിച്ച് പെയ്യിക്കാം. അങ്ങനെ ശാസ്ത്രലോകം വളർന്നതിൻ്റെ ഫലമായിട്ട് അത് കുബുദ്ധിയുടെ ഫലമായിട്ട് കുറേ വർഷമായിട്ട് ഇറാനിലേക്ക് മഴ കിട്ടിയില്ല, വരൾച്ചയെന്ന് പറഞ്ഞാൽ. ആ അമേരിക്കയുടെ പ്രധാന യന്ത്രഭാഗങ്ങൾ നശിപ്പിച്ച ശേഷം ഇപ്പോൾ നല്ലവണ്ണം മഴ ഇറാനിൽ കിട്ടുന്നുണ്ട്. ഈ കൃത്രിമത്തിന് മെയിനായിട്ട് ചെലുക്കുന്നത് ഇസ്രായേൽ ലോബിയാണ്, അമേരിക്ക അത്രയില്ല. ഇതുപോലെ ഞാൻ വേറൊരു കാര്യം പറയാം, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീൻ എന്ന് കേട്ടോ, ജീൻ പലതരം ജീനുണ്ടല്ലോ. ഹിന്ദുവിന് ജീൻ, മുസ്ലിം ജീൻ, ക്രിസ്ത്യാനി ജീൻ, അങ്ങനെ ജീൻ തിരിച്ചിട്ടുണ്ടെന്നും ചില മരുന്നുകൾ കൊടുത്താൽ ആ ജീനുള്ളവർക്ക് മാത്രമേ അപകടം പറ്റുള്ളൂ, മറ്റു ജീനുള്ളവർക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ട് ഓർക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാം, ഈ കൊറോണയ്ക്ക് ശേഷം മരണത്തിൽ നല്ലൊരു ശതമാനം എല്ലാ വിഭാഗം ഉണ്ടെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ കൂടുതൽ കാണുന്നില്ലേ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ഈ സംശയമൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്, ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുക, പഠനം നടത്ത്. പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ആ പഠനം നടത്താൻ പറ്റും. അതൊന്നും നമ്മുടെ ആരോഗ്യമന്ത്രി ചിന്തിച്ചിട്ടുമില്ല, അവർക്ക് സമയമില്ലല്ലോ. അങ്ങനെയൊക്കെ ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയും, നാപ്പാൻ പോകുമ്പോൾ ഒരു ബോംബുണ്ട്,
ആ ബോംബ് പൊട്ടിച്ചാൽ മനുഷ്യന് മാത്രമേ നശിപ്പിക്കുള്ളൂ, അല്ല മരങ്ങളോ മറ്റ് ചെടികളോ മറ്റ് മൃഗങ്ങളോ ഒന്നും അതില്ല. അത് ജനലിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ ആ വികിരണങ്ങൾ വന്ന് മനുഷ്യനെ മാത്രം നശിപ്പിക്കും. അങ്ങനെ ഉണ്ട്. അപ്പം അതുപോലെ ചില ജീനുള്ള ആൾക്കാർ മാത്രം നശിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ലോകത്ത് ഉണ്ട് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ഇടയ്ക്കൊക്കെ പ്രയോഗിക്കുന്നതൊക്കെ റിപ്പോർട്ട് പുറത്ത് കേൾക്കുന്നു. എന്തുമാത്രം ശരിയെന്നറിയില്ല. ഏതായാലും കാലം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. മറ്റൊരു കേരളത്തിലേക്ക് വന്നാൽ കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പാണ്. പ്രതിപക്ഷ നേതാവായി എന്ന് വിചാരിച്ച് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആവണമെന്നില്ല. അങ്ങനെ എഴുതപ്പെട്ട നിയമമൊന്നുമില്ല. തന്നെയുമല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്ത് വളർച്ചയ്ക്ക് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള. അങ്ങനെ നോക്കുമ്പോൾ കേരളം കേന്ദ്രം എടുക്കാം. കേന്ദ്രം എടുത്താൽ ഭൂരിപക്ഷ സമുദായമല്ല, ഭൂരിപക്ഷ വിഭാഗങ്ങളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. എന്നിട്ട് ഭൂരിപക്ഷ സമുദായത്തിൽ ആൾ വരുന്നല്ലേ പറഞ്ഞത്. ഭൂരിപക്ഷം ആൾക്കാരുടെ വിഭാഗങ്ങൾ ഏതെന്ന് വെച്ചാൽ ആ വിഭാഗത്തിന് അവസരം കൊടുക്കും. അതാണ് ജനാധിപത്യം. അങ്ങനെ വരുമ്പോൾ കേവലം 2% മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സമുദായം. ഏതാണ്ട് അത്ര തന്നെയാണ് ബ്രാഹ്മിൺ സമുദായം. രാഹുൽ ഗാന്ധിക്ക് നെഹ്റു പിന്നെ സോണിയ കുടുംബത്തിൽ പോരായിക ന്യൂനപക്ഷം, ഏതായാലും 3-1 ന്യൂനപക്ഷമുണ്ട്. അത് ശരിയാണ്, തെറ്റല്ല. അതേ സ്ഥാനത്ത് ബ്രാഹ്മിനാണെങ്കിൽ ഇപ്പോൾ അവിടെ ന്യൂനപക്ഷ പ്രാധാന്യമില്ല. ബ്രാഹ്മിനല്ല ക്രിസ്ത്യാനി ആണെങ്കിൽ ന്യൂനപക്ഷത്തെ ആളായിട്ട് പറയും. അതുകൊണ്ട് കാര്യമില്ല, ന്യൂനപക്ഷമായിട്ട് കാര്യമില്ല. അതിൽ കൂടുതൽ അങ്ങനെയുള്ള ഇത് വേണ്ടേ. അപ്പോൾ നിങ്ങളൊരു അമിത്ഷാ അമിത്ഷാ ബ്രാഹ്മിനായിട്ട് പറയുന്നില്ല. അയാൾ ജൈനമതക്കാരൻ, ന്യൂനപക്ഷം തന്നെയാണ്. ന്യൂനപക്ഷം ഏതാണ്ട് 3-1. ഇനി മോഡി എടുത്ത് നോക്ക്. മോഡി തിയറിറ്റിക്കലി പിന്നോക്ക സമുദായമാണ്, പക്ഷെ പ്രാക്ടിക്കലി മോഡി എത്ര മുന്നോക്ക സമുദായമാണ്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിന് വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ മോഡി സമുദായത്തെ പിന്നോക്ക ലിസ്റ്റിൽപ്പെടുത്തി. അത് ചില വിവേചനാധികാരമുണ്ട്, മുഖ്യമന്ത്രിയുടെ ചില വിവേചനാധികാരമുണ്ട്. അങ്ങനെ ആക്കി. അങ്ങനെ ഇപ്പോൾ മോഡി കളിക്കുന്നത് പിന്നോക്കക്കാരനാണ്. അന്ന് പറഞ്ഞ ആൾ മോഡി പിന്നോക്കക്കാർഡ് കാണിക്കുകയാണെങ്കിൽ അത് വലിയ സാധ്യതയുണ്ട് ഇന്ത്യയിൽ. കാരണം 90% പിന്നോക്കമാണ് ഇന്ത്യയിൽ. 10-12% മുന്നോക്ക സമുദായമുള്ളത്. അതിൽ 2% ബാലൻസ് ബാക്കിയെല്ലാം മറ്റേ അങ്ങനെ കിടക്കാണ്. മറിച്ച് രാഹുലിൻ്റെ പാരമ്പര്യം എടുത്താൽ രാഹുൽ എന്താണ് പാരമ്പര്യം? ബ്രാഹ്മിനാണോ രാഹുൽ? ഇനി ക്രിസ്ത്യാനിയാണോ? ഏതിലും ഒന്ന് പറയടോ നിങ്ങൾ. ഒന്നിന് ബ്രാഹ്മണായിട്ട് പാടും. നിങ്ങൾക്ക് എന്ത് ബ്രാഹ്മണന് അവകാശം, എന്ത് അവകാശം ഏതുണ്ട്? ക്രിസ്ത്യൻ പാരമ്പര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന സോണിയാഗാന്ധിയുടെ ഇപ്പോഴത്തെ ക്രിസ്തീയ കുടുംബമാണ് ഇന്ത്യയിൽ BJPക്ക് അധികാരത്തിൽ കേരള ഏറ്റവും വലിയ വളക്കൂറുള്ള മണ്ണാക്കിയതെന്ന് പറഞ്ഞ യാതൊരു സംശയമില്ല. ഒരു കാലത്തും എനിക്ക് യാതൊരു പിന്നെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ യാതൊരു ഇഷ്ടംപോലെ എതിർപ്പില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെ വരുമ്പോൾ നെഹ്റു ഇന്നത്തെ സോണിയ കുടുംബം ഒരു കാരണവശാലും ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവില്ല. ഒരു കാരണവശാലും. അവരുടെ സാധ്യ പലവും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം 415 സീറ്റ് മറ്റോ ഉള്ളപ്പോൾ 349 സീറ്റായിട്ട് കിട്ടി, അല്ല 410 സീറ്റായിട്ട് കിട്ടി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആക്കിയല്ലേ? അത് രാജീവ് ഗാന്ധി കളഞ്ഞു വിളിച്ചില്ലേ? കോൺഗ്രസ് കളഞ്ഞു വിളിച്ചില്ലേ? അത്ര പോലും മനസ്സിലാക്കാൻ ഈ രാഹുൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ സോണിയ കോൺഗ്രസോ മലയാളത്തിൽ പറഞ്ഞ് ഈ കത്തോലിക്ക കോൺഗ്രസ് സാധിക്കാതെ കാരണം ഞാൻ ജാതി തന്നെ പറയാം, പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനല്ല പിന്നെ ആരുടെ ഇത് പറയാനുള്ളത്. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇപ്പോൾ KC വേണുഗോപാൽ ഗ്രൂപ്പ് എടുക്കുക. KC വേണുഗോപാൽ ഹിന്ദു പറഞ്ഞാൽ ഹിന്ദു ഇപ്പോൾ എത്രയോ 6000 ജാതിയുണ്ട് ഇന്ത്യയിൽ. അതിലൊക്കെ ഹിന്ദുവാന്ന് അറിയാം. നായർ സമുദായമാണ്. നായർ സമുദായം കേരളത്തിൽ 9%. ദേശീയ ലെവലിൽ 0.2%. അത് മതി. ഏതാണ്ട് 30 ലക്ഷം നായർ കേരളത്തിൽ, 140 കോടി ജനങ്ങൾ. അത് ഹരിക്കുമ്പോൾ ഏതാണ്ട് 0.2%, 1%, 1%, 0.2% അധികമുള്ളൂ. ആ 0.2% മാത്രം ജനസംഖ്യയുള്ള ഒരു വേസി വേണം ഡൽഹിയിൽ കൊണ്ടുപോയി രാഹുൽ ഗാന്ധി 2ാം സ്ഥാനത്തോ 1ാമത്തെ സ്ഥാനത്തോ ഇരുത്തിയാൽ എങ്ങനെ രാജ്യം പിടിച്ചെടുക്കൂടുള്ളൂ? അതിനു മുൻപ് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ത് അറിയോ?
2% മാത്രമേ കത്തോലിക്കനായ ആന്റണി കൊണ്ടു വെച്ച് 10, 30, 40 വർഷക്കാലം ഡൽഹി പോയി സോണിയയുടെ കൂടെ ഇരുന്ന് കോൺഗ്രസ് നശിപ്പിച്ചു കളഞ്ഞു. ആ മനുഷ്യനാണ് കോൺഗ്രസ് നശിപ്പിച്ചത്. ഇപ്പം മകനെ BJPയിൽ വിട്ടുകൊണ്ട് ഇപ്പോൾ ചെന്ന് ഒരു വലിയ പൊങ്ങച്ചം പറഞ്ഞിട്ടല്ലോ. എന്നാൽ തോമസ് മാഷ് പൊങ്ങച്ചം പറഞ്ഞല്ലോ. തോമസ് മാഷ്, നിങ്ങൾക്ക് കോൺഗ്രസ് കുറിച്ച് പറയാൻ എന്ത് അവകാശമുണ്ട് മോശമായിട്ട് പറയാൻ? നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യം പറ്റി സമ്പാദിച്ച് പേരെടുത്ത് എല്ലാം കിട്ടിയ ശേഷം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി പോട്ടെ. എന്നിട്ട് നിങ്ങൾ കോൺഗ്രസ് നയിക്കും, കോൺഗ്രസ് കുറിച്ച് മോശം പറയാൻ നിങ്ങൾക്ക് എന്തൊരു അവകാശം? വല്ല സത്യമുണ്ട്. ഞാൻ വീണ്ടും പറയാം. അപ്പോൾ KC പോലെ വെച്ച് പണ്ട് അഹമ്മദ് പട്ടേൽ വെച്ച് അഹമ്മദ് പട്ടേൽ 20% ഉണ്ട് മുസ്ലിം കേരളത്തിൽ, ഇന്ത്യയിൽ ന്യൂനപക്ഷം 20% ആളായിരുന്നു. അതൊന്നുമില്ല. ഇപ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ് വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി, പ്രിയങ്കയും സോണിയൊക്കെ വന്നതിന് ശേഷം, സോണിയ ഇരിക്കുമ്പോൾ പട്ടേൽ വന്ന് അതങ്ങനെ ആ സാഹചര്യം വന്നു പോയതാ. അതിനുശേഷം പിന്നെ ആക്കിയില്ലല്ലോ. അയാളുടെ മകൻ ഉണ്ടായാലും പിന്നെ ആക്കിയില്ലല്ലോ. ഇവിടെ എല്ലാവരും അച്ഛൻ മരിച്ച മക്കൾ കൊടുക്കാറില്ലേ? മുസ്ലിം സമുദായത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാധകമല്ല. TH ഉസ്താദ് മകൻ, പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ, ഇപ്പോൾ അഹമ്മദ് പട്ടേലെ, അത് പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അപകടമാണ്. അതവർ രാഹുൽ ഗാന്ധിയോ ഇന്നിറങ്ങി പ്രിയങ്ക ഗാന്ധിയോ അവരുടെ വിജയത്തിൻ്റെ പരമാവധി വയനാട് വന്ന് പാർലമെൻറ്റിലേക്ക് നിന്ന് മത്സരിച്ചുകൂടി അവർ തീർന്ന് വളർച്ച. ഇനി ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധി വിട്ടുകളെ പ്രിയങ്കയോ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് വരില്ല. ഇന്ത്യയിൽ ആ കുടുംബത്തിൽ നിന്ന് ആരും വരില്ല. ആ കുടുംബമുള്ളത് കാലം ഇന്ത്യക്ക് പ്രധാനമന്ത്രി ആകാനും പറ്റില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുകയില്ല, മറ്റാളാക്കിയില്ല. ഇത് അവസ്ഥയാണ് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ആകില്ല, താല്പര്യമില്ല. അവർ വേറെ മുസ്ലിമിനെ ആക്കിയില്ല. ഇത് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസ് ശ്രദ്ധയോട് കേൾക്കണം. KM മാണി സാറ് വയോവൃദ്ധൻ, വലിയ കുഴപ്പമില്ല, കുറച്ച് പണം സമ്പാദിച്ചു എന്നല്ലാതെ വേറെ അലമ്പോ ഒരു വർഗീയതോ ജാതീയതോ അങ്ങനെ ആളില്ല. പരമാവധി ഉപകാരം ചെയ്യുന്ന ആള്, ഒരു കുഴപ്പമാക്കാതില്ല. പക്ഷേ ആ മനുഷ്യരെ ഒരു നിമിഷത്തേക്കെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ ഈ കോൺഗ്രസ് നേതാക്കൾ സമ്മതിച്ചില്ലല്ലോ. കോൺഗ്രസ് സമ്മതിച്ചാൽ ഈ പറഞ്ഞ കേൾക്കുള്ളൂ, ലീഗിന് മാത്രം പറ്റില്ലോ. ഒരു നിമിഷമെങ്കിലും ഒരു മാസത്തെങ്കിലും പിന്നെ മണി സാറിനെ എല്ലമ്മല്ല KM മാണി സാറിനെ മുഖ്യമന്ത്രി ആക്കിയതെങ്കിൽ ഇന്നും ഭരണം കോൺഗ്രസ് കൂടെ നിന്നേനെ. അത് ഈ നെറിയിട്ട് കോൺഗ്രസ് നേതാക്കളാക്കിയില്ല. വാശി വൈരാഗ്യം അവരെപ്പോഴും കാലുവാരലാണല്ലോ. അങ്ങനെ അവസരം ആകുന്നുണ്ട്. എപ്പോഴും മറ്റേ കേസ് എടുത്തിട്ട് അയാൾ നശിപ്പിച്ചു കളഞ്ഞു. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത്, പാർട്ടിയാണ് വലുതെങ്കിൽ 23% വരുന്ന ഒരു വിഭാഗമാണ് കേരളത്തിൽ ഈഴവർ. അതിൽ 85% കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അതിൽ നിങ്ങൾ VM സുധീരനെ ആക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ നിന്നൊരു 40% ആൾക്കാരെങ്കിലും കോൺഗ്രസിലേക്ക് ആകർഷിക്കുകയും ചെയ്താൽ നിങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാം. അത് നിങ്ങൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ 9% മാത്രമല്ല, 3 നായന്മാരിൽ നിന്ന് ഒരാൾ വേണമെന്നൊരു വാശി പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ തീർന്ന് നശിക്കും. പിന്നെ നിങ്ങൾ ചെയ്ത ഒരൊറ്റ ചോയ്സ്, ഞാൻ മുസ്ലിം ലീഗിന് അങ്ങനെ പോകുന്ന ആളൊന്നുമില്ല. പിന്നെ ഗൾഫിലെ മണ്ടന്മാരായ രാജാക്കന്മാരോട് പറയുമ്പോൾ തങ്ങളും തങ്ങളുടെ കൂട്ടവും കാണിക്കുന്ന വെട്ടിത്തരം തന്നെയാണ്. ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ മുസ്ലിം സമുദായത്തിൽ കിട്ടേണ്ട ആകെ ആനുകൂല്യം അവർ ചെറിയൊരു വിങ് നേടിയെടുക്കുന്നത് അവർക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ സമുദായം കിട്ടുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അവസരപ്പെടും ഇപ്പോൾ എടുക്കുന്നില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയും പോലെ അവസാനം PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടൊരു കളി കേരളത്തിൽ കളിക്കേണ്ടി വരും. AICC എടുക്കേണ്ടി വരും, UDF എടുക്കേണ്ടി വരും നിലനിൽപ്പിന് വേണ്ടി. ഒരിക്കൽ CH ഉമ്മായ മുഖ്യമന്ത്രി ആക്കിയില്ലേ, ഓർക്കണ്ട. 41 ആൾ പോയിട്ട് അന്തോണിയെ താഴെയിറക്കി. അതൊക്കെ അന്നൂടെ പിന്നെ അതിന് പ്രേക്ഷമാക്കുന്നത് ഞാൻ പറയാൻ പറ്റില്ല. അന്നൂടെ ദുഷ്ടത്തരും. പക്ഷെ ഇനി നിങ്ങൾക്ക് UDFന് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അടങ്ങുന്ന പേര് PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യസ്ഥാനം ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ TH ഉസ്താദ് നിങ്ങൾ മരിച്ച ആളാണ്. TH ഉസ്താദ് മത്സരിച്ച് മണ്ഡലം ആലുവിൽ നിന്ന് മത്സരിച്ച് ഒരു പ്രാവശ്യം ജയിച്ചു, പിന്നെ ജയിച്ചില്ല എന്നാണ്. പിന്നെ കുന്നത്താടിന്നാണ്.
കുന്നത്താളിൽ ഇത് ഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായ മേഖലയാണ് കുന്നത്താട്. ഭൂരിപക്ഷം 4% ക്രിസ്ത്യാനികളാണ്. പക്ഷേ അവിടെ നിന്നൊരു ക്രിസ്ത്യാനി ജയിച്ചു പോകുന്നതിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്താനെ കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ നേതൃത്വം, ഇപ്പോഴത്തെ സഭാ നേതൃത്വമൊക്കെ അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നെങ്കിൽ ഇതര സമുദായങ്ങൾക്ക് വേറെ ഇതര സമുദായത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടുതൽ നേട്ടം കിട്ടും, കൊടുക്കുകയും ചെയ്യും. അവിടെ ശ്രീരാമുള്ള പറഞ്ഞ പോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അവധി പ്രഖ്യാപിച്ച ആരോടോ CH മുമ്പായി മന്ത്രി അയക്കുമ്പോഴാണ് അങ്ങനെ ഒരുപടി ആനുകൂല്യങ്ങൾ ഹിന്ദു സമുദായത്തെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് കിട്ടും. അത് തന്നെയല്ല, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ എതിർപ്പില്ല. ഞാൻ മുസ്ലിം ലീഗിന് മൊത്തത്തിൽ ചില പോയിന്റ് എതിർക്കുന്നത്, അത് തന്നെ ജാതി മാറാത്തതുകൊണ്ട്, പേര് മാറ്റാത്തത് വേറൊന്നുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട്, വൈ നോട്ട്, എന്തുകൊണ്ട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരുമ്പോൾ UDF ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, പാർട്ടി വളർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്തുകൊണ്ട് തൽക്കാലം പ്രശ്നം പരിഹരിക്കുക. അതല്ലെങ്കിൽ VM സുധീരനെ നിങ്ങൾ ഇതാക്കണം. രണ്ടും പറ്റില്ലെങ്കിൽ ചെറുപ്പക്കാരനായിക്കോട്ടെ, പിന്നെ ഷാഫി പറമ്പിലിനെ കൊടുക്കണം. അതൊക്കെ പാർട്ടി വളർത്തുന്ന നല്ലതാണ്. ഷാഫി പറമ്പിൽ കൊടുത്താൽ അദ്ദേഹം ഈ പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആളൊന്നും അല്ല, പേര് മാത്രമേ ഉള്ളൂ. കൊടുത്താൽ 3-1 വരുന്ന സമുദായം ബ്ലോക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന UDF നിൽക്കും. ഇപ്പം നിൽക്കുന്നുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിലനിർത്തണം. ഇങ്ങനെ വല്ല ചിന്തയുണ്ടോ? അത് കേവലം ഈ 9% മാത്രമുള്ള ഒരു നായരെ കൊണ്ട് മുഖ്യമന്ത്രിയാക്കിയിട്ട് അടുത്ത ഈ ഒറ്റ പ്രാവശ്യം കൂടി പിന്നെ കോൺഗ്രസ് നയിച്ച് UDF നയിച്ച് BJP വരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വരാതൊന്നുമില്ല. എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? എൻ്റെ ഒരു കാര്യമല്ലേ, ജാതീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 15% ക്രിസ്ത്യൻസ് കേരളത്തിലുള്ളത്. അല്ല 5% കൺവേർട്ട് ക്രിസ്ത്യൻ, അവർ ക്രിസ്ത്യൻ പറയാൻ പറ്റില്ല. ബാക്കി 10% ഉള്ളൂ. 10% ക്രിസ്ത്യൻ സമുദായത്തിന് 2 മന്ത്രിസ്ഥാനം അർഹതയുള്ളൂ. അതിന് 15% കിട്ടും. അപ്പം 3 അർഹത. 20-ന് 15 3 അതുപോലെ എക്സ്ട്രാ അവർക്ക് പ്രിവിലേജ് എന്തായിരിക്കും ഒരു എക്സ്ട്രാ കൊടുക്കും. അപ്പോൾ 4 മന്ത്രിസ്ഥാനം കൊടുക്കാവുള്ളൂ. നിങ്ങൾ 4 മന്ത്രിസ്ഥാനം നിർത്താൻ പറ്റുമോ? അത് നായർ വിഭാഗത്തിൽ 2 മന്ത്രിക്ക് അറിയതുള്ളൂ. പക്ഷെ അതൊരു 3 കൊടുക്കാം. ഇപ്പം ഈ വരുന്ന ഇലക്ഷനിൽ CPM തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പല കാലങ്ങളിൽ ഒരു പ്രധാന കാരണം, ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പ്രധാന കാരണം, കേവലം 9% മാത്രമുള്ള നായർ സമുദായത്തിന് ഡെപ്യൂട്ടി സ്പീക്കറിൽ 11 മന്ത്രിസ്ഥാനം കൊടുത്തു. ഡെപ്യൂട്ടി സ്പീക്കർ മന്ത്രി പദവിയുണ്ട്, 11 ക്യാബിനറ്റ് പദവി വാങ്ങി കൊടുത്തു. ആ ഒറ്റ പല കാര്യങ്ങളും ഏറ്റവും പ്രധാന ഘടകം അതാണ്. കാരണം UDF വോട്ടുകൊണ്ടല്ല ഇപ്പോൾ ജയിക്കാൻ പോകുന്നത്. ജയിക്കുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അത്ര കണ്ട് അടിയൊഴുക്കുണ്ട്. അത് ഞാനിപ്പോൾ അതിന് വന്നു പറഞ്ഞാൽ അത്ര ഇതും പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതാണ് പ്രധാന കാരണം. 21% വന്ന് വിഭാഗങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. വെള്ളാപ്പള്ളി ചോദിച്ചില്ല. കാരണം വെള്ളാപ്പള്ളി കേസ് ഒഴിവാക്കിയിട്ടേ മതി, വെള്ളാപ്പള്ളിക്ക് അത്രേ ഉള്ളൂ. അത് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൽ 4% വോട്ട് UDF പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഘടന പൊരുള്. നിങ്ങളൊന്നും മനസ്സിലാക്കുന്നതാണ്. തന്നെയുമല്ല, ഈ രമേശിൻ്റെ മുഖ്യസ്ഥാനം ആവുന്നത് എന്താണ്? ഞാൻ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക സാഹചര്യം? പിന്നെ KC വേണുഗോപാലേക്ക് പാർട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യ കളിക്ക് എത്ര വികൃതമാണെന്നറിയുമോ? MP ഇത്തവണ അസംബ്ലിയിലേക്ക് മത്സരിക്കണ്ട എന്ന് ഒരു തീരുമാനമെടുത്ത്, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ശല്യമാണെങ്കിലും അത് അംഗീകരിച്ചു. അവസാനം ഇലക്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് ഭൂരിപക്ഷം കിട്ടുമ്പോൾ പുള്ളി മുഖ്യമന്ത്രി കരുക്കൾ നിൽക്കുകയാണ്. മോശമായ രീതിയിൽ കരുക്കൾ നിൽക്കുകയാണ്. ഇവിടെ വലിയൊരു അപകടമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 22-21 സീറ്റാകാൻ കാരണം അറിയോ? 3 മുഖ്യമന്ത്രിമാരാകുന്നു. കാരണം മുരളി 4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ശ്രമിക്കുന്ന 5 സീറ്റ് വെച്ച് 20 സീറ്റ് കളഞ്ഞ്. അല്ലെങ്കിൽ അന്നും 40 സീറ്റ് ഉണ്ടായിരുന്നു. 20 സീറ്റ് ഒരു കാലുവാരി കളഞ്ഞ്. അതിൽ ഇത്തവണ 3 മുഖ്യമന്ത്രിയാണ് ഇപ്പം മുരളീധരൻ അങ്ങനെ രംഗത്ത് വരുന്നില്ല. ഈ 3 മുഖ്യമന്ത്രി കളിച്ച് 10-30 സീറ്റിൽ 10-20 സീറ്റ് കളഞ്ഞതോ സംശയമുണ്ട്. കാരണം ആങ്ങളെ ചെത്താലും വേണ്ട നാത്തൊരു കണ്ണീര് കാണുന്നുള്ളതാണ്. എനിക്കില്ലെങ്കിൽ അവനുമില്ല. ഞാൻ അതാ പറഞ്ഞ്, ലാലയും ലാലയുടെ അളിയനും VK കുട്ടിസാഹിബ് തമ്മിൽ കളിച്ച് അവസരം വേറെ ആൾക്ക് പോയത്. ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ചിലപ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിന് LDF അധികാരത്തിൽ വന്നുകൂടാന്നില്ല.
അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ നിങ്ങൾ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലൂല്ലേ ഈ നേതാക്കളെയൊക്കെ? ഈ മണി കെട്ടിയ കോടികൾ കട്ടുണ്ടാക്കിയ ഈ നേതാക്കളൊക്കെ തെരുവിലിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയും അടിച്ചും നട്ടല്ലൊടിക്കും. അങ്ങനെയും സംഭവിക്കാറ്റെന്ന് പ്രതീക്ഷയാണ്. നമ്മൾ കൊച്ചിയിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തോൽക്കുകയും ജോയി മലപ്പുറത്ത് ജയിക്കുകയും ചെയ്യാണല്ലോ. കളി ഭയങ്കര കളിയായിരിക്കുന്നത്. അന്നൊരു ഉത്തരം പറയാനുള്ള നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, പക്ഷെ അതിന് ന്യായീകരണം ഉണ്ടാക്കണം. കൊച്ചിയിൽ ജില്ലാ പ്രസിഡന്റ് തോറ്റു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ എന്ത് പറയാനുണ്ടാവും? 2% മൂല്യത്ത് മലപ്പുറത്ത് ജോയി കൊണ്ട് ജയിപ്പിക്കുകയും ഇവിടെ തോൽക്കുകയും ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഇന്നോട് പറയും പോലെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നിസ്സാരമൊന്നുമല്ല. ജനങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ്, കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയാണ്. പിച്ച് കീറാനും ചെയ്യുന്നതിനൊക്കെ ആയിട്ട്. കാരണം പോക്കം ചെയ്യുന്ന അതിന് വേണ്ടി. അതാണ് സംഗതി. ഇത്രയും ആപത്ത് വന്നിട്ടും പഠിച്ചിട്ടില്ലല്ലോ. അതുപോലെ നമ്മുടെ ആം ആദ്മി പാർട്ടി വെച്ചാൽ ജാരസന്ധതി എന്ന് പറഞ്ഞത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി സംഘപരിവാറും ആ ഉറക്കം നോങ്ങി നേതാവും എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് പറ്റിക്കാൻ വേണ്ടി. അവർ വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് കുഴപ്പമുണ്ടല്ലോ. കാരണം കോൺഗ്രസ് അവസാനം കിട്ടിയപ്പോൾ ബഹുഭൂരിപക്ഷം വോട്ടിട്ട് രാജീവ് ഗാന്ധി ജയിപ്പിച്ചപ്പോഴേ ആ ഭരണം നിലനിർത്താൻ കോൺഗ്രസ്സുകാരെ കൂടി സാധിച്ചില്ല. ഈ കള്ള കോൺഗ്രസ് നേതാക്കളെ കാലുവാരും ചതിയുകയും അഴിമതി ചെയ്യാനൊക്കെ കൂട്ടുന്നത്. അവസാനം ആ കേസൊക്കെ വെറും തട്ടിപ്പായിരുന്നു ആ പറഞ്ഞവൻ തന്നെ ഇതുണ്ട്. പക്ഷെ തൽക്കാലം ജയിച്ച പിന്നെ കോടതി പോകണ്ടേ, എത്ര കൊല്ലം പിടിക്കാതൊക്കെ. ഇതൊന്നും മനസ്സിലാക്കാതെ, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഒരു കുഞ്ഞാലിക്കുട്ടി പേടി വരുന്നുണ്ട് ചില ചാനലിൽ. ഇത്രയും കാലം പറയാൻ ബോധിക്ക് വെച്ചോണ്ടിരുന്നത്. ഇപ്പോൾ രക്ഷയിലാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി കൂടി 3 തലയോട് 4 തല കാണുന്നുണ്ട്. ഞാൻ കുഞ്ഞാലിക്കുട്ടി പോഴ്ത്തി പറയുമല്ലോ, കുഞ്ഞാലിക്കുട്ടിയുടെ മഹത്വം പറയില്ല. പക്ഷെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും കേരളത്തിലെങ്കിലും കുഞ്ഞാലിക്കുട്ടി മാന്യനാണ്, മറ്റൊരു മാണി സാറിനെ പോലെ. പക്ഷെ മാണി സാറ് പാർട്ടി കേഡറുകൾക്കും സമ്പാദിക്കാൻ ഇഷ്ടംപോലെ അവസരം കൊടുത്ത് നേടിക്കൊടുത്തെങ്കിലും അത് ചെയ്തില്ല കുഞ്ഞാലിക്കുട്ടി എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടി സ്വതവേ പണമുണ്ട്, പിന്നെ അത്യാവശ്യം ഇങ്ങനെ അതിൽ വരുമാനം, പിന്നെ അഴിമതി ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്തുമില്ല. അത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി മാറ്റി വെച്ചാൽ മാണി സാറിനെ പോലെ തന്നെ അർഹതയാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പക്ഷെ എന്നിട്ട് പോലും അവർ മുഖ്യമന്ത്രി വേണ്ട ഉപമുഖ്യമന്ത്രി വേണ്ട പറഞ്ഞു. കാരണം എന്നല്ലോ, സുലൈമാൻ നബി കുട്ടി പങ്കിട്ടപ്പോഴേ അറിയാമല്ലോ മണ്ടന്മാരെ. എന്നാൽ തർക്കം പൂത്തപ്പോൾ സോളമൻ അല്ലെങ്കിൽ സുലൈമാൻ നബി അത് ചക്രവർത്തി എന്താ പറഞ്ഞ, നമുക്ക് കുഞ്ഞുങ്ങൾ പങ്കിടാം, 2 തന്നേക്കാം. അപ്പോൾ കള്ളത്തള്ള നിങ്ങൾക്ക് അതറിയാം. കള്ളത്തള്ള എന്ന് പറഞ്ഞാൽ പകുതി മതി എന്ന് പറഞ്ഞു. യഥാർത്ഥ തള്ളെന്ന് പറഞ്ഞാൽ വേണ്ട എൻ്റെ കുഞ്ഞിനെ പങ്കിടണ്ട, കുഞ്ഞിക്ക് ജീവനോട് കാണാലോ പറഞ്ഞു. അതാണ് യഥാർത്ഥ തള്ളെന്ന് അവകാശം കൊടുത്തില്ലേ, ആ കുഞ്ഞിനെ ഏൽപ്പിച്ചില്ലേ. എത്ര വലിയ യുക്തിയാണത്. അവർ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഇനിയൊരു ഭരണമില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് അവരിപ്പോഴും എക്കാലത്തും വിട്ടുവീഴ്ച ചെയ്യാറായിട്ടുള്ളൂ. ഇപ്പോൾ പല സീറ്റുകളും ഈ മുസ്ലിം സമുദായം കിട്ടേണ്ടത് ജയിക്കാൻ സാധ്യത സീറ്റ് പലതും അവർ 4-5 സീറ്റ് വിട്ടുവീഴ്ചയിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണ്ട, ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണ്ട, UDF ഭരണം കിട്ടിയാൽ മതി. UDF ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും LDF ചെറിയ സാധ്യത കിട്ടുമെങ്കിൽ മുസ്ലിം ലീഗിന് ഇനി LDF പോകാതെ രക്ഷയില്ല. LDF സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ തർക്കം എന്താ, നിങ്ങൾ എങ്ങനെ മുഖ്യമന്ത്രി പിന്നെ BJP പോകണ്ടേ? BJP അടുത്ത വർഷം ഉടനെ BJP കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. ഈ പറഞ്ഞ ഒരൊറ്റ സീറ്റ് പോലും ഇപ്പോൾ എല്ലാവരും 2 സീറ്റ് 3 സീറ്റ് 10 സീറ്റ് 20 സീറ്റ് ഒരൊറ്റ സീറ്റ് പോലും ഇന്നത്തെ രീതിയിൽ ന്യായമായിട്ടാണ് ഇലക്ഷൻ നടന്നെങ്കിൽ BJP കേരളത്തിൽ കിട്ടില്ല. കാരണം അത് അവർ തന്നെ ആരോപിച്ചത്, മറ്റുള്ളവരും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഞാൻ ഞണ്ടിനെ ജപ്പാനിലേക്ക് ഒരു കണ്ടെയ്നർ നിറച്ച് ഞണ്ട് കൊണ്ടുപോയി ടോപ്പിടാൻ മറന്നുപോയി. അവിടെ ഒരു ഞണ്ടും പുറത്തു പോയില്ല. എന്താ കാരണം, ഒരു ഞണ്ട് മുകളിൽ കയറുമ്പോൾ അടിയിൽ ഞണ്ട് താഴ്ത്ത് വലിക്കും, അവൻ മുകളിലേക്ക് മറ്റു വലിക്കും, അങ്ങനെ വലിച്ചു ആരും പുറത്തുള്ളതില്ലേ. BJP സംബന്ധിച്ച് അവരുടെ രീതി വളരെ തെറ്റാണ്. കാരണം 30-40 വർഷക്കാലം പണിയെടുത്ത് അവസാനം ഇന്നലെ വന്ന നേതാവ് ഒരു പണക്കാരനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം വളരുക?
ഇത് വടക്കനിൽ ചാണം തിരുന്ന ഇതല്ല. കേരളത്തിൽ കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാരാണ് മലയാളികൾ. അവരത് സഹിക്കില്ല. അങ്ങനെ അവർ പരമാവധി വോട്ട് അവർ തന്നെ മറിച്ച് പോയിട്ടുണ്ട്. ഈ ഭരണം LDF ഭരണം പോട്ടെന്നും പിന്നെ BJP വരരുന്നു. കാരണം അങ്ങനെ പറയുന്നത് അവരും UDF കുറച്ച് വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ UDF ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ പ്രധാന പോയിന്റ് പറയുന്നത് ഏത് മൂന്നിലൊന്ന് വരുന്ന ഒരു സമുദായമാണ് കേരളത്തിൽ മുസ്ലിം സമുദായം. അതിൽ 97% വോട്ട് UDF കൊടുത്തിട്ടുണ്ട്. കാര്യം കാന്തപുരമൊക്കെ കമ്മ്യൂണിസ്റ്റാണ്, PDP കമ്മ്യൂണിസ്റ്റാണ്, പതിലും അണികൾ വോട്ട് ചെയ്തിട്ടില്ല. നേതാക്കൾ പറയും അവർ ഓരോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ രക്ഷയ്ക്ക് വേണ്ടി അവർ ഭരണം കൊടുത്ത് സഹായിക്കും. PDPക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭരണം കൊടുത്ത് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. BJP പരസ്യമായിട്ട് അനുകൂലിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുള്ളൂ. കാന്തപുരത്താണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും എതിർത്തിട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് ബന്ധനങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ 97% വോട്ട് ചെയ്തപ്പോൾ ഒരു 73 വോട്ടെങ്കിലും 73 പേരെങ്കിലും UDFന് കിട്ടേണ്ടതാണ്. തന്നെയല്ല കോൺഗ്രസ് അല്ല കാലുവാൽ ഉണ്ടായെങ്കിൽ പോലും ഈ 73 സീറ്റുകളുടെ സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് നടന്നപ്പോൾ നമുക്കറിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ മനുഷ്യൻ പറയിപ്പിക്കരുത്, നാറ്റുകേസ് ഉണ്ടാക്കരുത്. മന്ത്രിസഭ രൂപീകരണം പറഞ്ഞാലും പോലെ മുസ്ലിം സമുദായത്തിന് 3-1 വരുന്ന മുസ്ലിം സമുദായത്തിന് 7 മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കണം. ഇപ്പോഴും ഒരു സിദ്ദീഖ് എന്നാണ് പത്തക്കാർ പറയുന്നത്. ആ കാലത്ത് പഴയ കാലമാണ്, ഇപ്പോൾ ഇല്ല. നിങ്ങൾ 4 മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്ത കുഴപ്പമില്ല. ബാക്കി 3 മന്ത്രിസ്ഥാനം ഈ സമുദായത്തിന് കിട്ടണം. അപ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം പറയാണ്, ദളിതുകൾക്ക് 2 മന്ത്രിസ്ഥാനം കൊടുക്കണം. അപ്പോൾ 7-2-9 അല്ലേ? ഈ 7-9 മസ്റ്റായിരിക്കണം. ബാക്കി നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്തോ കുഴപ്പമില്ല. ഇപ്പോൾ ചില പറഞ്ഞിട്ട് കാരണം എന്തോ തട്ടിപ്പ് പറയും, വഞ്ചനറിയോ. ഒരു മണ്ഡലം മാത്രം ശ്രദ്ധിച്ചിട്ട് അവിടെ ജയിക്കുക, എന്നിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കുക. ഇപ്പോൾ അനു ജയിക്കും ഈ ഒരു മന്ത്രിസ്ഥാനം എന്ത് അർഹതയുണ്ട്? ഒരു മണ്ഡലം മാത്രമല്ല ഇത്. ഇപ്പം അതിൻ്റെ ഒരു കാര്യമുണ്ട്. പണ്ട് 2 പകുതിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഒറ്റ MLA ഉള്ളവർക്ക് 2 വർഷത്തെ എന്തോ ആട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് പരാതിയില്ല. ഇത്രയും 7 മുസ്ലിം മന്ത്രിമാരും 2 ദളിതുകൾക്കും, അല്ല 1 ദളിതും 1 ആദിവാസികൾക്കാണെങ്കിൽ നല്ലത്. അതിനെപ്പറ്റി ആളൊന്നും ഇല്ലെങ്കിൽ ദളിതുകൾക്ക് 10% ഉണ്ട്. അപ്പോൾ 20 മന്ത്രി ഉണ്ടെങ്കിൽ 2 മന്ത്രി കൂടുതൽ കിട്ടണം. അത് ശരി. ബാക്കിയുള്ള നിങ്ങൾ പങ്കിട്ടെടുത്ത് എടുത്ത കുഴപ്പമില്ല. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ 9% വിഭാഗത്തിൽ 11 മന്ത്രിസ്ഥാനവും 33% 1.5 മന്ത്രിസ്ഥാനം കൊടുത്തുള്ള ആ നെറുകെട്ട ഭാഷ ഉപയോഗിക്കരുത്. ആ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. അങ്ങനെ തന്നെ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ അതിൽ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.